ഉണ്ടാക്കാൻ പോകുന്നത് 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും ചെറു ചൂടുവെള്ളത്തിൽ ചപ്പാത്തി പരുവത്തിൽ ഇതുപോലെ കുഴച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കാവുന്നതാണ്. കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഴച്ച് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമ്മളിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലൂടെ ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വെള്ളം ഇങ്ങനെ തിളച്ചു വന്നിരിക്കുന്നു. ആ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട്. വെള്ളം തിളച്ചു കഴിയുമ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലൂടെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ കറക്കി അതിലേക്ക് ഇടാവുന്നതാണ്. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ട ഒരെണ്ണം പോലും പരസ്പരം കൂട്ടിമുട്ടാതെ നമുക്ക് ഓരോന്നും വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. ഇടയ്ക്ക് നമുക്ക് ചെറിയ പീസ് എടുത്ത് വെന്തോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റാം. അധികം നേരമൊന്നും വേണ്ടത് തിളച്ചെടുക്കാൻ വേവുന്നതിന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുമാണ്. അവിടെ നൂഡിൽസ് തയ്യാറായിരിക്കുന്നു. ചൂടുവെള്ളത്തിൽ നിന്നും ഒരു അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റി തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വരെ കിട്ടുന്നതാണ്. ഇനി നമുക്കിത് സാധാ തയ്യാറാക്കുന്നത് പോലെ ആവശ്യമായ പച്ചക്കറികളും പൊടികളും ഇട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. Like, subscribe, press the bell icon.